നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മത്സ്യത്തൊഴിലാളി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. മഴ മുന്നറിയിപ്പൊന്നും സംസ്ഥാനത്ത് പ്രഖ്യാപിച്ചിട്ടില്ല. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ന് കന്യാകുമാരി പ്രദേശം, അതിനോട് ചേർന്ന മാലിദ്വീപ് പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. മേൽപ്പറഞ്ഞ തീയതിയിൽ പരാമർശിക്കപ്പെട്ട പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല. മുന്നറിയിപ്പുള്ള സമുദ്രമേഖലകളുടെ വ്യക്തതയ്ക്കായി ഭൂപടമൊക്കെ നൽകിയിട്ടുണ്ട്. അതൊക്കെ പരിശോധിക്കാവുന്നതാണ്. ജനുവരി 15-ാം തീയതിയോടെ കേരളം ഉൾപ്പെടെയുള്ള തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് തുലാവർഷം പൂർണ്ണമായും പിൻവാങ്ങാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഒറ്റപ്പെട്ട മിതമായ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കഴിഞ്ഞ ദിവസം വരെ മുന്നറിയിപ്പുണ്ടായിരുന്നു. പക്ഷേ ഇന്നതില്ല. ഇന്ന് ഒരു ജില്ലയിലും മഴ മുന്നറിയിപ്പില്ല. 14-ാം തീയതി തെക്ക് പടിഞ്ഞാറൻ അറബിക്കടലിന്റെ തെക്കൻ ഭാഗങ്ങളും അതിനോട് ചേർന്ന തെക്ക് കിഴക്കൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. മേൽപ്പറഞ്ഞ തീയതികളിലും പ്രദേശങ്ങളും മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. മത്സ്യബന്ധന യാനങ്ങൾ, അതായത് ഈ ബോട്ട്, വള്ളം മുതലായ മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം. അതേസമയം ഈയിടയ്ക്കായിരുന്നു ആലപ്പുഴ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ഇടിമിന്നൽ ദുരന്ത ലഘൂകരണ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചത്. കുട്ടനാട്ടിലെ കുടുംബശ്രീ അംഗങ്ങൾക്കും തൊഴിലുറപ്പുകാർക്കുമായി രാമങ്കരി സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടി രാമങ്കരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ കുഞ്ഞുമോൾ ഉദ്ഘാടനം ചെയ്തിരുന്നു. ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കളക്ടർ ശ്രീമതി ആശ സി എബ്രഹാം അധ്യക്ഷത വഹിച്ചിരുന്നു. ഇടിമിന്നൽ ജാഗ്രതയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കാലാവസ്ഥ നിരീക്ഷക ശ്രീമതി രമ്യ ക്ലാസുകൾ നയിച്ചിരുന്നു. പ്രഥമ ശുശ്രൂഷ, ഫയർ ആൻഡ് സേഫ്റ്റി വിഷയങ്ങളിൽ ആലപ്പുഴ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ക്ലാസുകൾ നടത്തിയിരുന്നു. എന്തായാലും കുറച്ച് ദിവസത്തേക്ക് മഴ മുന്നറിയിപ്പൊന്നും നൽകിയിട്ടില്ല. ഇനി എങ്ങനെയാണ് കാലാവസ്ഥയുടെ മാറ്റം എന്നൊന്നും നമുക്കറിയാൻ സാധിക്കില്ല. എങ്കിൽ പോലും ഇന്നത്തെ ദിവസം മഴ മുന്നറിയിപ്പില്ല. പക്ഷേ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.